കവടിയാർ കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. ഇതിന്റെ ഭാഗമായി കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെയും സന്ദർശകരുടെയും ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. കൊട്ടാരത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. 150 മുറികളുള്ള കൊട്ടാരത്തിൽ ആഭരണങ്ങൾ സൂക്ഷിക്കുന്ന അലമാരയെക്കുറിച്ചടക്കം മോഷ്ടാവിന് ധാരണയുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പുറത്തുനിന്നുള്ളവരാണ് മോഷ്ടാക്കളെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടാകാമെന്നും പോലീസ് സംശയിക്കുന്നു. ടി.വി. പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ടി.വി. പ്രസാദ്, കൃത്യമായി കൊട്ടാരത്തെക്കുറിച്ച് അറിയുന്നവരോ അല്ലെങ്കിൽ അതിൽ നിന്ന് സഹായം ലഭിക്കുന്ന രീതിയിലോ ഉണ്ടായിട്ടുള്ള ഒരു മോഷണം എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ ആരായിരിക്കും എന്നതിനെ കുറിച്ച്? ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ശ്രുതി റീജിത്ത് ആ സമയത്ത് പരാതി കൊടുത്തില്ല എന്നുള്ളതാണ്. ആ സമയത്ത് വാക്കാൽ പറയുകയാണ് ചെയ്ത് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് കൊട്ടാരത്തിൽ നിന്നൊരു പരാതി പോലീസിൽ എത്തുകയും ചെയ്യുന്നത്. പക്ഷേ ആ സമയം, അതായത് 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് നഷ്ടപ്പെട്ടത്. ഇത് നഷ്ടപ്പെട്ടത് നമുക്കറിയാവുന്നതുപോലെ കവടിയാർ കൊട്ടാരം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ വലിയ കെട്ടിടങ്ങളിലൊന്നാണ്. തിരുവനന്തപുരം നഗരമധ്യത്തിലുള്ള 100-ലധികം മുറികളാണ് അവിടെയുള്ളത്. അതിൽ കിടപ്പുമുറിയിലെ ഇരുമ്പ് അലമാരയിലാണ് ഇതെല്ലാം സൂക്ഷിച്ചിരുന്നത്. അതിൽ വജ്രമുണ്ട്, രത്നമുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങളാണ്. അതിൽ എത്രയാണ് അതിന്റെ വില എന്ന് പോലും സ്ഥിരീകരിക്കാൻ പറ്റാത്ത വിധമുള്ള അത്രയും അമൂല്യമായ വസ്തുക്കളാണ് അതിനകത്തുണ്ടായിരുന്നത്. അത് നഷ്ടപ്പെട്ടത് ഉറപ്പായും ഒന്നിക്കൽ രാജകൊട്ടാരത്തിലുള്ളവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും, അല്ലെങ്കിൽ രാജകൊട്ടാരത്തിനെ കുറിച്ച് കൃത്യമായി ബന്ധമുള്ളവർ ആരെയും ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് എന്ന് രാജകുടുംബാംഗങ്ങൾ പോലീസിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോലും പോലീസിന് അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം മോഷണ കേസായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പ്രധാനമായും ഈ കാലഘട്ടത്തിൽ അവിടെ കൊട്ടാരത്തിൽ വന്ന് പോയവർ യൂട്യൂബർമാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ വന്നിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തുന്നത്. മാത്രവുമല്ല, നിരവധി പേർ അവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് CCTV ഉണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെയെല്ലാം മറികടന്നു പോയി ഇത് കൈക്കലാക്കണമെങ്കിൽ ഉറപ്പായും ഒന്നുകിൽ രാജകൊട്ടാരവുമായി ബന്ധമുണ്ടാകണം, അതല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ നിന്നുള്ള പിന്തുണയും സഹായവും അവർക്ക് കിട്ടിയിരിക്കണം എന്നതാണ് പോലീസിന്റെ നിഗമനം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. കാരണം ഏറ്റവും സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് മോഷണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശ്രീജിത്ത്, ശ്രുതി. ഓക്കെ, ടി.വി. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.